ഹലോ, വെൽക്കം ടു ടേൽസ് ഓഫ് ഫീനിക്സ് എവ്രി വൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൊഹീമിയൻ വാൾ ഡെക്കറാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വാൾ ഡെക്കറാണ്. എല്ലാവർക്കും വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു കാർഡ്ബോർഡ് പീസാണ്. ബേസായിട്ട് ഉപയോഗിക്കുന്നതൊരു കാർഡ്ബോർഡ് പീസാണ്. ഇതിനു വേണ്ടി ഞാൻ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ക്രസൻറ്റ് ഷേപ്പ് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു റൗണ്ട്, എന്ത് റൗണ്ടായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തത് ഒരു എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ ഉൾഭാഗമാണ്. അത് വെച്ചിട്ട് ഒരു റൗണ്ട് വരയ്ക്കുക. കാണുന്നുണ്ടോ? അതിന് ശേഷം ഒരു ചെറിയ റൗണ്ട്, ഈ റൗണ്ടും വെച്ചിട്ട് ഒരു ക്രസൻറ്റ് ഷേപ്പ് വരയ്ക്കാം. അങ്ങനെ നമുക്കൊരു ക്രസൻറ്റ് ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഒരു വൈറ്റ് ബേസ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് ബേസ് കോട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലേക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കും. ഇത് നമ്മുടെ സാധാരണ ടേപ്പല്ല, ഫോം ടേപ്പല്ല, കട്ടിയില്ലാത്ത ഒരു ടേപ്പാണ്. കണ്ടോ, സ്റ്റിക്കി എഡ്ജായിട്ട്. ഇപ്പുറത്തും ഇതിന് ഗ്ലൂ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് റഫായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഈവണായിട്ട് ഒട്ടിക്കണമെന്നൊന്നുമില്ല, ഒന്ന് റഫായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിത് റഫായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഒരു 4-5 ടേപ്പ് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? ഇനിയാണ് നമ്മുടെ തരം വരുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള തുണീൻ്റെ സ്ക്രാപ്സാണ്. ഈ ടൈലറിംഗ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഒരുപാടുണ്ടാവും, കുറേ നീളമുള്ള തുണികൾ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. കുറേ ഉണ്ട്. ഞാൻ കുറച്ച് ചുളിവുള്ളതുകൊണ്ടൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പാരലലായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് പരിപാടി. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കുറച്ചൊരു മാച്ചിങ് ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തുണികളിൽ ലെയറായിട്ട് നമ്മൾ ബാക്കിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റിക്കി ടേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചത് നീറ്റായിട്ട് ഇരുന്നോളും. ഇങ്ങനെ സൈഡിൽ വരുന്നതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് ലാസ്റ്റ് അത് ശരിയാക്കാം. അങ്ങനെ നമുക്ക് എല്ലാ തുണികളും അങ്ങനെ ഒന്ന് ലെയറാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. കുറേ സമയത്തിന് ശേഷം നമ്മുടെ ക്രസൻറ്റ് ഷേപ്പ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തുണി വെച്ച് ബാക്കിൽ കുറച്ച് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്, പക്ഷെ സാരമില്ല, അത് നമ്മൾ ചുമരിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇത് കുറച്ചൊരു മെനക്കെട്ട പണിയാണ് കേട്ടോ, എല്ലാം കൂടെ ഇങ്ങനെ ലെയറാക്കി വെച്ച് ബാക്കിൽ ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എനിക്ക് തുണി ഒട്ടിക്കാൻ പറ്റിയില്ല, പിന്നെ കുറച്ച് സ്ഥലത്ത് ഇംപെർഫെക്ഷൻ ഒന്നും കുഴപ്പമില്ല, എന്നാലും കൂടുതലൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേപ്സ് യൂസ് ചെയ്തു. ഇത് വാഷി ടേപ്സ് അല്ല, ഫാബ്രിക് ടേപ്സാണ്. ഇത് തുണി പോലത്തെ ഒരു ടെക്സ്ചറാണ്. കാണുന്നുണ്ടോ? ഫോക്കസ് കണ്ടോ? ഒരു തുണി പോലത്തെ ടെക്സ്ചറാണ് ഈ ടേപ്പ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു പേപ്പറുണ്ട്. കണ്ടോ? ഈ പേപ്പർ നമ്മൾക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒട്ടും. അത് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കുറച്ച് കളേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അധികം കാശ് മുടക്കൊന്നുമില്ല. പിന്നെ ഒരു വൈറ്റ് ബോളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, കാരണം ഒരുപാട് കളേഴ്സ് വരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് ബോളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ബാക്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ടേപ്പ് വെച്ചിട്ടൊന്നത് മടങ്ങി വരാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.